മൈത്രേയ മുനി നാരദരോട് കഥ തുടരുകയാണ്. മൈത്രേയ ഉവാച. മൈത്രേയ മുനി പറഞ്ഞു, പ്രിയ വിദുര, യജ്ഞാദി കർമ്മങ്ങളുടെ നിയന്താവും ഫലദാതാവും അന്തര്യാമിയുമായ ഭഗവാൻ ശ്രീഹരിയെ അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്തുതിച്ചത് കേട്ട് അന്ധഃകരണ നൈർമല്യം കൈവന്ന ദക്ഷൻ വീരഭദ്രന്റെ രൂപത്തിൽ വന്ന ശ്രീരുദ്രനാൽ താറുമാറാക്കപ്പെട്ട യാഗം പുനരാരംഭിച്ചു വിധിപ്രകാരം പൂർത്തിയാക്കി. പ്രിയ വിദുര, മൈത്രേയ മുനിക്ക് വളരെ ഇഷ്ടമുള്ളയാളും കൂടിയാണ് വിദുരൻ. പാരസ്പര്യം ഉള്ളവർ തമ്മിൽ മാത്രമേ ആധ്യാത്മികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പാടുള്ളൂ. പാരസ്പര്യം ഉള്ളവരോട് മാത്രമേ ആധ്യാത്മികമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാതെ ഇത് വെളിപ്പെടുത്തിയാലും കേൾക്കുന്നവർക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. വിദുരർക്ക് മൈത്രേയ മുനിയോട് ഒരു ഇഷ്ടവുമുണ്ട്, ബഹുമാനവുമുണ്ട്. മൈത്രേയ മുനിക്ക് വിദുരരോട് ഇഷ്ടവുമുണ്ട്, വാത്സല്യവുമുണ്ട്. ഇത് കൂടിച്ചേരുമ്പോൾ മാത്രമേ അറിവ് അതിൻ്റെ പൂർണ്ണതയിൽ ശോഭിക്കുകയുള്ളൂ. ഭാരതത്തിൽ അറിവ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ അല്ല, ഒരു സ്ഥിതിവിവര കണക്കല്ല അറിവ്. അറിവ് എന്ന് പറയുന്നത് സ്വാംശീകരിക്കുവാനുള്ളതും സ്വാംശീകരിച്ചാൽ ബോധവികാസത്തിന് കാരണമാകുന്നതും ആണ്. ബോധവികാസം എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റേത്, എനിക്കുള്ളത് എന്ന ചെറിയ ബോധ പരിധിയിൽ നിന്ന് ഈ ലോകം മുഴുവനും ഞാനാണ്, എൻ്റേതാണ്, എനിക്കുള്ളതാണ്, അതിനപ്പുറമുള്ളതും ഞാൻ തന്നെയാണ് എന്ന്. അവിടെ ഞാൻ എന്ന് പറയുമ്പം ഈ ഇട്ടാവട്ടത്തിലെ ഞാനല്ല, ഞാൻ വികസിക്കും. അതാണ് ബോധവികാസം എന്ന് പറയുന്നത്. ആ ബോധവികാസത്തിനിടയാകണമെന്നുണ്ടെങ്കിൽ അറിവ് സ്വാംശീകരിക്കാൻ സാധിക്കണം. അറിവ് സ്വാംശീകരിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണോ അറിയുന്നത് അവിടുത്തോട് ബഹുമാനമുണ്ടാകണം. ഇതെല്ലാം അറിവ് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ അനിവാര്യമായ കാര്യമാണ്. അല്ലെങ്കിൽ അല്ലാതെ എവിടുന്നെങ്കിലും അപ്പോൾ പുസ്തകം വായിച്ചിട്ട് അറിവ് നേടി ബോധവികാസം വരുത്താൻ പറ്റുമോ? പറ്റും. ആ ഗ്രന്ഥരചയിതാവിനോട് വളരെയധികം ബഹുമാനം നമുക്കുണ്ടെങ്കിൽ ഗ്രന്ഥം വായിക്കുമ്പോൾ ഗ്രന്ഥരചയിതാവിനോടാണ് സംവദിക്കുന്നത്. ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥരചയിതാവാണ് നമ്മളോട് സംവദിക്കുന്നത്. അപ്പം ഗ്രന്ഥത്തോടും ആ വിധത്തിലുള്ള ബഹുമാനമുണ്ട് എങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന അറിവ് സ്വാംശീകരിച്ച് ബോധവികാസത്തിന് കാരണമാക്കാം. അത് കാരണം ബോധവികാസം ഉണ്ടാകും. അപ്പം ഈ പ്രിയ വിദുര എന്ന വിളിയിലൂടെ തന്നെ നമുക്ക് അത് മനസ്സിലാവുകയാണ്. പ്രിയ വിദുര, യജ്ഞാദി കർമ്മങ്ങളുടെ നിയന്താവും ഫലദാതാവും അന്തര്യാമിയുമായ ഭഗവാൻ ശ്രീഹരിയെ യജ്ഞാദി കർമ്മങ്ങളുടെ, യജ്ഞം തുടങ്ങിയ കർമ്മങ്ങൾ, എല്ലാ കർമ്മങ്ങളും, യജ്ഞം മാത്രമല്ല, യാഗം മാത്രമല്ല, എല്ലാ കർമ്മങ്ങളുടെയും, അതാണ് യജ്ഞാദി കർമ്മങ്ങളുടെ എന്ന് പറഞ്ഞത്. എല്ലാ കർമ്മങ്ങളുടെയും നിയന്താവ്, നിയന്ത്രിക്കുന്നയാള്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി നിയന്ത്രിതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ശക്തിയാണോ നമ്മളെ നിയന്ത്രിക്കുന്നത് ആ ശക്തി, നിയന്താവായ ആ ശക്തിയാണ് ഭഗവാൻ. എല്ലാ കർമ്മങ്ങളുടെയും നിയന്താവ് ഭഗവാനാണ്. ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യുന്നത് ഭഗവാന്റെ ഇംഗിതമനുസരിച്ചിട്ടാണ്. അപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതോ അതും ഭഗവത് ഇച്ഛയാണ്. നമ്മളൊരു അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണെങ്കിൽ ആ അബദ്ധത്തിൽ നിന്ന് നമുക്ക് ചിലത് പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നത്.
നമ്മളൊരു കുരുക്കിൽ പെടുകയാണ് എങ്കിൽ ആ കുരുക്കിൽ നിന്ന് നമുക്ക് ചിലത് പഠിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കുരുക്കിൽ പെടുന്നത്. അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുക? ശ്രദ്ധാപുരസരം കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ, ശ്രദ്ധയോടുകൂടി അവയർനെസ്സോട് കൂടിയിട്ട് അബദ്ധത്തിൽ ചെന്നുപെട്ടാൽ, അവയർനെസ്സോട് കൂടിയിട്ട് കുരുക്കി ചെന്നുപെട്ടാൽ, അല്ലെങ്കിൽ കുരുക്കിപ്പെട്ടതിന് ശേഷം അവയറായാൽ, അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അബദ്ധം ചെയ്ത് കഴിഞ്ഞിട്ട് അവയറായാൽ എങ്ങനെയായാലും കുഴപ്പമില്ല. അവയർനെസ്സോട് കൂടിയാണ് ഈ അറിവ് നമുക്ക് കിട്ടുക. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും, നല്ലതും ചീത്തയും എന്ന് നമ്മൾ വേർതിരിക്കുന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും, സുഖം ദുഃഖം ഉളവാക്കുന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് ചിലതുണ്ട്. അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ പോയി പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു സംഭവവും വേണ്ടാത്തതായിട്ട് ഇല്ല. യജ്ഞാദി കർമ്മങ്ങളുടെ നിയന്താവും ഫലദാതാവും, അതിനെ നിയന്ത്രിച്ച് അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ നിയന്ത്രിക്കുന്നയാൾ ഭഗവാനാണ്. അതിൻ്റെ ഫലം തരുന്നയാളും ഭഗവാനാണ്. ഇവിടെ പറഞ്ഞിട്ടില്ല എങ്കിലും ഫലഭോക്താവും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെ നാനാരൂപത്തിൽ ആടിത്തിമിർക്കുന്നതാണ് ഈ വിശ്വലീല. യജ്ഞാദി കർമ്മങ്ങളുടെ നിയന്താവും ഫലദാതാവും അന്തര്യാമിയുമായ ഭഗവാൻ ശ്രീഹരിയെ, ഈ യജ്ഞാദി കർമ്മങ്ങളുടെ നിയന്താവും ഫലദാതാവും എവിടെയിരിക്കുന്നത്? മേഘങ്ങൾക്ക് മുകളിൽ ഒരു രത്നസിംഹാസനത്തിൽ ആരൂഢനായിട്ടാണോ? അല്ല. പിന്നെ എവിടെയാണ് ഈ നിയന്താവ് ഫലദാതാവ് ഇരിക്കുന്നത്? ഓരോരുത്തരുടെയും അന്തര്യാമിയായി, എല്ലാവരുടെ ഉള്ളിലെയും ബോധസ്വരൂപമായി ആണ് ആ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ കണ്ണടച്ചാൽ അല്ലെങ്കിൽ കള്ളു തുറന്നാൽ അനുഭവവേദ്യമാകുന്ന ബോധം ഭഗവാനാണ്. ഇത് മനസ്സിലാക്കി കണ്ണടച്ച് ആ ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി, താനേ ബാക്കിയുള്ളതെല്ലാം സംഭവിച്ചുകൊള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ട് ഇല്ല. യജ്ഞാദി കർമ്മങ്ങളുടെ നിയന്താവും ഫലദാതാവും അന്തര്യാമിയുമായ ഭഗവാൻ ശ്രീഹരിയെ അവിടെയുണ്ടായിരുന്ന എല്ലാവരും സ്തുതിച്ചത് കേട്ട് അന്ധക്കരണ നൈർമല്യം കൈവന്ന ദക്ഷൻ, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ ഭഗവാനെ സ്തുതിച്ചു. ഈ അന്തര്യാമി സ്വരൂപനായ ഭഗവാനാണ് 8 കൈകളോടുകൂടി പുറത്ത് പ്രത്യക്ഷനായത്. ആ പ്രത്യക്ഷമായ ഭഗവത് സ്വരൂപത്തെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി, എല്ലാവർക്കും സന്തോഷവും തോന്നി. അത് വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു. അതാണ് സ്തുതി. ആ സ്തുതി കേട്ടപ്പോൾ അന്ധക്കരണ നൈർമല്യമുണ്ടായി ദക്ഷന്. അപ്പൊ സ്തുതി കേട്ടാൽ, ചൊല്ലുമ്പോൾ നമ്മൾ കേൾക്കൂലോ. നമ്മളൊരു ദേവതയുടെ സ്തുതി ചൊല്ലുമ്പോൾ എല്ലാവരെയും പോലെ നമ്മളും അത് കേൾക്കും. അപ്പോൾ ആ സ്തുതി കേട്ടാൽ അന്ധക്കരണ നൈർമല്യമുണ്ടാകും. അന്ധക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സ്, അഹങ്കാരം, ബുദ്ധി. ഇത് മൂന്നും നിർമ്മലമായി തീരും. നിർമ്മലമാവുക എന്ന് പറഞ്ഞാൽ ചിന്താ ബാഹുല്യം കുറയും, ചിന്തകളുടെ കൂട്ടം കുറഞ്ഞു വരും. അതാണ് നൈർമല്യം. ആ നിർമ്മലമായ അന്ധക്കരണത്തിൽ എന്ത് സംഭവിക്കും? നിർമ്മലമായ അന്ധക്കരണത്തിൽ പ്രതിബിംബിച്ചിരിക്കുന്ന ശുദ്ധബോധസ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കും. അതിനാണ് ഈ അന്ധക്കരണ നൈർമല്യം വരണം. അന്ധക്കരണ നൈർമല്യം വരുമ്പോന്ന് പറഞ്ഞാൽ ചാഞ്ചാട്ടമില്ലാണ്ടാവുക. ഇന്ദ്രിയങ്ങൾ കൊണ്ടുതരുന്ന വിഷയങ്ങൾ മനസ്സിനെ ക്ഷോഭിപ്പിക്കും. മനസ്സിൻ്റെ ക്ഷോഭം അഹങ്കാരത്തിൻ്റെ ക്ഷോഭമായി മാറും. അഹങ്കാരത്തിൻ്റെ ക്ഷോഭം ബുദ്ധിയുടെ ക്ഷോഭമായി മാറും. അങ്ങനെ വിഷയങ്ങൾ ഉണർത്തുന്ന ക്ഷോഭങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും പെട്ട് ശുദ്ധബോധത്തിൻ്റെ പ്രതിബിംബം കൃത്യമായി കാണാനും മനസ്സിലാക്കാനും സാധിക്കില്ല.
അപ്പം അതിനാണ് ചിത്തവൃത്തികളെ നിരോധിക്കുന്നത്. യോഗ ചിത്തവൃത്തി നിരോധ, പതഞ്ജലി മഹർഷി. ചിത്തവൃത്തികളെ നിരോധിക്കുക, അതിനെ കുറച്ച് കൊണ്ടുവരിക. മുഴുവൻ ഇല്ലാണ്ടാക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ ബോധം തെളിഞ്ഞ് വരും എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് തെളിഞ്ഞ് വരും എന്നല്ല. അഴുക്ക് പിടിച്ച ഒരു കണ്ണാടി തുടച്ച് വൃത്തിയാക്കുമ്പോൾ അതിലെ അഴുക്ക് മാറുന്നതനുസരിച്ച് നമ്മളുടെ മുഖത്തിൻ്റെ പ്രതിബിംബം തെളിഞ്ഞ് വരുന്നത് പോലെ, അതുപോലെയാണ് ഇവിടെയും അത് സംഭവിക്കുക. അപ്പം അന്ധകരണം ശുദ്ധമാകും. അതുകൊണ്ട് സ്തുതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഉപാസനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് സ്തുതിക്കുള്ളത്. സ്തുതി മോശമാണ്, താഴ്ന്നതാണ് എന്ന ധാരണയൊന്നും വേണ്ട. പുരാണ ഇതിഹാസങ്ങളിൽ പ്രത്യക്ഷമാകുന്ന ദേവചൈതന്യത്തിനോട് സ്തുതിയാണ് ദേവന്മാരുടെ പ്രതികരണം. ദേവതയെ പ്രത്യക്ഷമാക്കാനും അവർ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ശുംഭനിശുംഭന്മാരുടെ ബുദ്ധിമുട്ടിൽപ്പെട്ട് ഉഴറിയ ദേവന്മാർ ദേവിയെ സ്തുതിച്ചിട്ടാണ് ദേവിയെ പ്രത്യക്ഷമാക്കുന്നത്. അപ്പോൾ സ്തുതിക്ക് അന്ധകരണങ്ങളെ നിർമ്മലമാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ അന്ധകരണം നിർമ്മലമാകുമ്പോൾ ദേവി പ്രത്യക്ഷപ്പെടും, ദേവൻ പ്രത്യക്ഷപ്പെടും, ആ പ്രതിബിംബം തെളിഞ്ഞു കാണും. ഇത്ര കൃത്യം അത്. അപ്പം അതുകൊണ്ട് എല്ലാവരും സ്തുതിച്ചത് കേട്ട്, അപ്പം ഓരോരുത്തരും സ്തുതിക്കുമ്പോഴും അതയാളല്ലേ എനിക്കുള്ളതല്ല എന്നല്ല ദക്ഷൻ കരുതിയത്. ഓരോരുത്തരും സ്തുതിക്കുന്നതും ശ്രദ്ധാപുരസരം ദക്ഷൻ കേട്ടു. ഓരോരുത്തരുടെയും സ്തുതിയിലൂടെ വ്യക്തമാക്കിയ തിരിച്ചറിവുകളെ ദക്ഷൻ ഉൾക്കൊണ്ടു. ആ തിരിച്ചറിവുകൾ ദക്ഷന്റെ അന്ധകരണത്തെ നിർമ്മലമാക്കി. അന്ധകരണ നൈർമല്യം കൈവന്ന ദക്ഷൻ വീരഭദ്രന്റെ രൂപത്തിൽ വന്ന ശ്രീരുദ്രനാൽ താറുമാറാക്കപ്പെട്ട യാഗം. ശ്രീരുദ്രന്റെ രൂപത്തിലാണ്, ശ്രീരുദ്രന്റെ കോപത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് വീരഭദ്രൻ. ആ വീരഭദ്രൻ രുദ്രനല്ലാതെ മറ്റാരുമായിരുന്നില്ല. അപ്പോൾ രുദ്രന്റെ തന്നെ പ്രതിരൂപമായ വീരഭദ്രനാൽ താറുമാറാക്കപ്പെട്ട യാഗം പുനരാരംഭിച്ചു. നിന്നുപോയത്, ഭഞ്ജിക്കപ്പെട്ടത് പുനരാരംഭിച്ചു. അപ്പോൾ ഒരു പ്രവൃത്തി നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും പറഞ്ഞ് കേട്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആ പ്രവൃത്തിക്ക് വിഘ്നമുണ്ടാക്കുന്നത്, തടസ്സമുണ്ടാക്കുന്നത്, അതിൻ്റെ ഫലപൂർത്തീകരണത്തിലേക്ക് അതിനെ എത്തിക്കാതിരിക്കുന്നത് നമ്മളുടെ അന്ധകരണ കാലുഷ്യമാണ്. അതാണ് ഈ കഥയിലൂടെ നമുക്ക് ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു അമൂല്യമായ അറിവ്. ഏതു പ്രവൃത്തിയിൽ നാം ഏർപ്പെട്ടാലും അതിൽ വിഘ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മളുടെ അന്ധകരണം, ചിത്ത കാലുഷ്യം കാരണമാണ്. നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ ആധിക്യം കാരണമാണ്. ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ന്യൂട്രലായിട്ടല്ല നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നത്. ചിന്തകൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ അതിൽ ചില ചിന്തകളുമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ചില ചിന്തകളെ നമ്മളങ്ങ് വിട്ടുകളയും, മറ്റു ചില ചിന്തകളെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കും. നമ്മുടെ ചിന്തകളെ നിഷ്പക്ഷമായിട്ട് നാം നിരീക്ഷിക്കാറില്ല. നമ്മുടെ മനസ്സിൽ പൊടുന്നനെ ആകസ്മികമായി ചിന്തകൾ ഉരുത്തിരിഞ്ഞു ഉണ്ടാകുമ്പോൾ ആ ചിന്തകളുടെ പുറകെ നാം പോകും. അങ്ങനെ നമ്മുടെ മനസ്സിൽ പൊട്ടിപ്പുറപ്പെടുന്ന ആകസ്മികമായിട്ടുരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളുടെ പിന്നാലെ നാം പോകുമ്പോൾ നാം ഏറ്റെടുത്തിരിക്കുന്ന പ്രവൃത്തി ഏതാണോ അതിന് ശ്രദ്ധ കുറയും. അതിൽ ചെലവഴിക്കേണ്ടുന്ന സമയവും ഊർജവും ചിന്തകളുടെ പുറകെ പോകുന്നതിൽ വിനിയോഗിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഏത് പ്രവൃത്തിയിലാണോ ഏർപ്പെടുന്നത് അതിന് ഭംഗം വരും, വിഘ്നം വരും. അപ്പം അതിനെന്ത് വേണം? അങ്ങനെ വിഘ്നം വന്ന, ഭംഗം വന്ന
പൂർത്തീകരണത്തിൽ എത്തിക്കാൻ സാധിക്കാത്ത പ്രവർത്തികളെ പൂർത്തീകരിക്കാൻ എന്ത് വേണം? അന്ധഃകരണ നൈർമല്യം വേണം. അന്ധഃകരണം ശുദ്ധമാകണം. അന്ധഃകരണം ശുദ്ധമാകണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനെ സ്തുതിക്കണം, ഈശ്വര സ്തുതികൾ കേൾക്കണം. ഇപ്പം എത്ര പ്രായോഗികമായിട്ടുള്ള അറിവുകളും കൂടിയാണ് ഈ കഥകളിലൂടെ വ്യാസഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കാൻ തുനിയുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതം ധന്യമല്ലേ? ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷം ലഭിക്കില്ലേ? നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലെല്ലാം ആവർത്തിച്ചു പറയുന്ന കാര്യം ജീവൻ മുക്തിയാണ്. ഇപ്പം കിട്ടും, ഈ ജന്മത്തിൽ കിട്ടും, ഇപ്പം കിട്ടും. സദ്യപ്രസാദിനി ദേവിക്കൊരു നാമമാണ്, ഇപ്പോൾ പ്രസാദിക്കുന്നവൾ, എപ്പോഴെങ്കിലും അല്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വാംശീകരിക്കാവുന്ന അറിവുകളാണ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രവൃത്തി ഇരിക്കുകയായിരിക്കാം ഇപ്പോൾ. ചിലരുടെ പ്രവൃത്തിക്ക് വിഘ്നങ്ങളും തടസ്സങ്ങളും നേരിട്ടിട്ടുമുണ്ടാകാം. അപ്പോൾ എവിടെയാണ് തിരുത്തൽ വരുത്തേണ്ടത്? തിരുത്തലുകൾ വരുത്തേണ്ടത് അവനവൻ്റെ ഉള്ളിലാണ്. പുറത്തുണ്ട് ഏതോ ദേവതകൾ എന്ന് കരുതി അവർക്ക് ആഹാരം കൊടുക്കുന്നതിലൂടെ നമ്മുടെ തടസ്സങ്ങൾ നീങ്ങും എന്ന് കരുതുന്നത് വളരെ ഭേദതലത്തിലുള്ള ബുദ്ധി മാത്രമാണ്. ഉയരുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ അന്ധഃകരണത്തിൻ്റെ പ്രതിഫലനമാണ് പുറത്തുള്ളത്. പുറത്തുള്ളതിൻ്റെ അനുരണനമാണ് അകത്തുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അന്ധഃകരണം നിർമ്മലമാകണം. അതിനെന്ത് വേണം? വളരെ സിമ്പിളാണ്. അർത്ഥബോധത്തോടുകൂടി സ്തുതിക്കണം. സ്തുതികൾ കേട്ടാലും മതി. അപ്പോൾ സ്തുതികൾ കേൾക്കണം, അല്ലെങ്കിൽ അർത്ഥബോധത്തോടുകൂടി സ്തുതിക്കണം. അപ്പോൾ നൈർമല്യം കൈവരും. നൈർമല്യം കൈവന്നാൽ, അന്ധഃകരണം നിർമ്മലമായാൽ ഏറ്റെടുക്കുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ ചെലുത്തുവാനും പ്രവർത്തിക്കാനും സാധിക്കും. ഏറ്റെടുത്തിട്ടുള്ള പ്രവൃത്തിയിൽ പൂർണ്ണമായ ശ്രദ്ധ ചെലുത്തുമ്പോൾ, പൂർണ്ണമായിട്ട് അതിൽ വ്യാപരിക്കുമ്പോൾ, അത് സ്വാഭാവികമായും വിജയപ്രദമായ പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരും. അതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ചെറിയ ചെറിയ കഥാഭാഗങ്ങളിലൂടെ വലിയ വലിയ അറിവുകളാണ് നമുക്ക് പകർന്നു തരുന്നത്. അപ്പം നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ വായിക്കാം. പ്രിയ വിതുര, യജ്ഞാദി കർമ്മങ്ങളുടെ നിയന്താവും ഫലദാതാവും അന്തര്യാമിയുമായ ഭഗവാൻ ശ്രീഹരിയെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സ്തുതിച്ചത് കേട്ട് അന്ധഃകരണ നൈർമല്യം വന്ന ദക്ഷൻ വീരഭദ്രന്റെ രൂപത്തിൽ വന്ന ശ്രീരുദ്രനാൽ താറുമാറാക്കപ്പെട്ട യാഗം പുനരാരംഭിച്ചു. എന്നിട്ടോ വിധിപ്രകാരം പൂർത്തിയാക്കി. നിർമ്മലമായ അന്ധഃകരണത്തോടു കൂടിയിട്ടുള്ള ഒരാൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തിയെ പൂർത്തീകരിക്കും. അന്ധഃകരണം നിർമ്മലമല്ലെങ്കിൽ അത് നിർമ്മലമാക്കണം. അതിനാണ് സ്തുതികൾ. അദ്ദേഹം തുടരുകയാണ്, മൈത്രേയ മുനി തുടരുകയാണ്. പാപരഹിതനായ വിതുര. വിതുരരെ അഭിസംബോധന ചെയ്യുകയാണ്. ആദ്യം വിളിച്ചു പ്രിയ വിതുര, വാത്സല്യപൂർവമാണ്. അടുത്തത് വിതുരരുടെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് വിളിക്കുകയാണ് പാപരഹിതനായ വിതുര. പാപം ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തികൾ, പുണ്യം ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തികൾ. അപ്പം പാപരഹിതനായ വിതുര, ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തികളിൽ നിന്ന് വിരമിച്ചവനായ വിതുര. പാപരഹിതനായ വിതുര സകല ദേവന്മാരുടെയും ആത്മാവാകയാൽ എല്ലാ ദേവന്മാർക്കും സമർപ്പിക്കുന്ന യജ്ഞഭാഗങ്ങൾ ഭക്ഷിക്കുന്ന സർവേശ്വരനാണ് ഭഗവാൻ ശ്രീഹരിയെങ്കിലും തനിക്കായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭാഗത്താൽ വിശേഷരൂപേണ പ്രീതനായവനെ പോലെ ദക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു. എത്ര ഗംഭീരങ്ങളായിട്ടുള്ള അർത്ഥങ്ങളാണ് ഇതിലൂടെ വ്യാസഭഗവാൻ നമുക്കായിട്ട് വിളമ്പിത്തരുന്നത്.
കഴിക്കുന്ന ആഹാരത്തെ സ്വാംശീകരിച്ച് ശരീരം പുഷ്ടമാകുന്നതുപോലെ ഈ അറിവുകളെ സ്വാംശീകരിച്ച് ബോധം വികസിക്കേണ്ടതാണ്. ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം വിശദമായിട്ട് കേൾക്കാം.